Hi guys! വെറും രണ്ട് തക്കാളി ഉണ്ടെങ്കിൽ ഇതാണ്ട് നമുക്കും ഇതുപോലെ നല്ലൊരു അടിപൊളി ടൊമാറ്റോയുടെ ഫേസ് വാഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് വരികയാണെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും നല്ലൊരു ഗ്ലോ കൊണ്ടുവരാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അത്രയും സൂപ്പറായിട്ടുള്ള ഈ ഒരു ടൊമാറ്റോയുടെ ഫേസ് വാഷ് എങ്ങനെ തയ്യാറാക്കിയെടുത്തു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ഫേസ് വാഷിന് നമുക്ക് ആദ്യം വേണ്ടത് 2 തക്കാളിയാണ്. നല്ല പഴുത്തിട്ടുള്ള തക്കാളിയുടെ കുരു വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഫേസ് വാഷ് ആയതുകൊണ്ട് തന്നെ നമ്മളത് ഒരുപാട് നേരത്തേക്ക് ലീവ് ചെയ്യുന്നില്ല. അപ്പം മുഖക്കുരു പ്രശ്നമുള്ളവർക്ക് അതിൻ്റെ ആ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല കേട്ടോ. സാധാരണ ഞാൻ തക്കാളിയുടെ കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ടൊക്കെയാണ് ചില സമയങ്ങൾ ഉപയോഗിക്കാറുള്ളത്. എനിക്ക് കാരണം കുരു വരുന്നു പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്കിത് ഫേസ് വാഷ് ആയതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ കുരുവോട് കൂടിയിട്ട് തന്നെ ഞാൻ ഈ 2 തക്കാളി നല്ല പഴുത്ത 2 തക്കാളി എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് മിക്സി ബൗളിനകത്തിട്ട് അടിച്ച് പേസ്റ്റാക്കി നല്ല ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് 2-3 തവണ അങ്ങ് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. നമുക്കൊരു തരിയോ കാര്യങ്ങളോ ഒന്നും കിട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് 2-3 തവണയെങ്കിലും ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരാൻ പറയുന്നത് കേട്ടോ. ഇനിയും നമുക്കിത് ഫിൽറ്റർ ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഇതിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ടൊമാറ്റോയുടെ ജ്യൂസ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഷംനൂസ് ഓർഗാനിയുടെ ABC ലിക്വറൈസിൻ്റെ സോപ്പാണ്. നമ്മുടെ ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഹെർബലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സോപ്പാണിത്. ഇതിന് ചെറിയ സാമ്പിൾ നമ്മുടെ കയ്യിലുണ്ട്. അതാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ കൊടുക്കുന്ന സോപ്പ്. അപ്പോൾ ഈ ഒരു സോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ ബോഡീനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊണ്ടുവരാനായിട്ടാണ്. മാത്രമല്ല നമ്മളിത് ഒത്തിരി നാളത്തേക്ക് ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ബീട്രൂട്ടിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ഹെർബ്സിൻ്റെയും ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിലേക്ക് വന്നു ചേരും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ കൊമേഴ്ഷ്യലി മേടിക്കുന്ന സോപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് നല്ല രീതിക്ക് നമ്മുടെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോപ്പ് കൂടിയാണ്. കാരണം നമ്മൾ ഇതിനകത്തേക്ക് ആട്ടിയ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ മറ്റ് ഓയിൽസും ഹെർബ്സും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സോപ്പാണ്. ഇതൊന്നും നിങ്ങൾക്ക് കടകളിൽ മേടിക്കാൻ കിട്ടത്തില്ല. നമ്മളെപ്പോലെയുള്ള ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന വരുടെ കയ്യിൽ നിന്നും മാത്രമേ ഇത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ ഒത്തിരി നിങ്ങൾക്ക് അറിയാം, ഇതുപോലെ സോപ്പ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ കയ്യിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ pH നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എൻ്റെ സോപ്പിൻ്റെ pH ലെവൽ എന്ന് പറയുന്നത് 7-ൻ്റെയും 8-ൻ്റെയും ഉള്ളിലാണെന്നുള്ളത്. 7-8 ആ ഒരു രീതിക്കാണ് നമ്മുടെ സോപ്പിൻ്റെ pH. കൊമേഴ്ഷ്യലി ഇപ്പോൾ ഒരുപാട് പേര് pH പേപ്പർ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മുടെ ഈ ഒരു സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് pH 8 ആണെങ്കിൽ പോലും ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. 8 ആണെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയെ നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്യുള്ളൂ. മീൻസ് നമ്മുടെ ബോഡിയെ നന്നായിട്ട് വൃത്തിയാക്കി കൊണ്ടുവരത്തുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ആദ്യം ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ ഇത് ഹോം മെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് pH 8 ആയതുകൊണ്ട് നമ്മളിത് കുളിച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ പോയ pH 5.5 എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് തിരികെ മിനിറ്റുകൾക്ക് കൊണ്ട് തന്നെ തിരിച്ചു വരും കേട്ടോ. ഇതുപോലെയുള്ള സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം, കൊമേഴ്ഷ്യലി മേടിക്കുന്ന സോപ്പിൻ്റെ കാര്യമല്ല ഞാനീ പറയുന്നത്. അത് pH പോകുക മാത്രമല്ല നമ്മുടെ സ്കിന്നിന് ഡ്രൈ ഔട്ട് ആക്കാനും നമ്മുടെ സ്കിന്നിലത്തെ പോഴ്സിനെ ക്ലോഗ് ചെയ്തിട്ട് നമുക്ക് ഇല്ലാത്ത അസുഖങ്ങൾ വരുത്താനായിട്ടും കൊമേഴ്ഷ്യൽ സോപ്പ് നന്നായിട്ട് നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് അങ്ങ് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. നമുക്കില്ലാത്ത അസുഖങ്ങളൊക്കെ വരുത്തി തരാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ഓരോ ഹോം മെയ്ഡായിട്ടുള്ള സോപ്പ് ഉണ്ടാക്കുന്ന ഓരോരോ സോപ്പിൻ്റെ കാര്യം ഞാൻ ഈ പറയുന്നത് ശരിയായ ഫോർമുലേഷനിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഗായ്സ്. നിങ്ങളിത് കുളി കഴിഞ്ഞ് വന്ന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ പോയ pH ഷടപടയെന്ന് അങ്ങ് തിരിച്ചു വരും കേട്ടോ. അതുകൊണ്ട് ആ ടെൻഷൻ നിങ്ങൾ വേണ്ട. അപ്പോൾ ഞാനിവിടെ ആ ഒരു സോപ്പ് ഗ്രേറ്റ് ചെയ്തിട്ട് ഒരല്പം മതിയാകും, അത് ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ടൊമാറ്റോയുടെ ജ്യൂസിൽ തന്നെ അങ്ങ് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ആവാനായിട്ട് ടൈം എടുക്കും, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ തലേന്ന് തന്നെ ഇത് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഇതൊന്ന് ഒന്നിച്ചങ്ങ് മിക്സ് ആക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചാലും മതിയാവും. നന്നായിട്ട് മെൽട്ടായിട്ട് വരണം. അപ്പോൾ ഗൈസ് നമ്മുടെ കൂട്ട് നന്നായിട്ട് മെൽട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല, നമ്മളിത് ഫിൽറ്റർ ചെയ്യണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഫിൽറ്ററിങ് നല്ല രീതിക്ക് ഫിൽറ്റർ ചെയ്യണം. കാരണം നമ്മളിത് ഫോമിംഗ് ബോട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഡിസ്റ്റർബ് ആയിട്ട് ആ ഒരു ഫോമിങ്ങിൻ്റെ പമ്പിന് ഡിസ്റ്റർബ് ആയിട്ട് ഇതിനകത്ത് ഒരു പൊടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് ഫിൽറ്റർ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ബാക്കിയുള്ള ടൊമാറ്റോയുടെ പ്യൂരി കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളിതെല്ലാം കൂടിയിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മളിത് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. നമ്മുടെ സോപ്പിൻ്റെ എന്തെങ്കിലും വേസ്റ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടൊമാറ്റോയുടെ എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതുകൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഇത് പ്യൂരിഫൈ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്, ഫിൽറ്ററാക്കി കൊണ്ടുവരുന്നുണ്ട്. ഇനി നമ്മളിത് നല്ലൊരു ഫോമിംഗ് ബോട്ടിലിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് അല്പം റോസ് വാട്ടറൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ആവരുത്, ഒത്തിരി ആയിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്, നമുക്കിത് കറക്റ്റായിട്ട് ഫോമിങ് വരത്തില്ല. അപ്പോൾ ഇതിനകത്തേക്ക്
ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു 2-3 ടേബിൾ സ്പൂൺ അങ്ങ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയ പാടങ്ങ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ടുള്ള ഫോമിംഗ് ഒന്നും വരത്തില്ല. ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ട് പിറ്റേന്ന് നിങ്ങൾ ഫോം ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നല്ല ഫോമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ടൊമാറ്റോയുടെ ഫേസ് വാഷ് നിങ്ങൾക്ക് റെഡിയാക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഡെയിലി രാവിലെ ഉറങ്ങി നീറ്റ് പാടിത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 1 മിനിറ്റ് മസാജൊക്കെ കൊടുത്ത് പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഈ രീതിക്ക് നമ്മളിത് റൊട്ടീനായിട്ട് ദിവസം ചെയ്തു വരികയാണെങ്കിൽ ഒരു അടിപൊളി റിസൾട്ട് തന്നെ നിങ്ങളുടെ ഫേസിൽ കാണാൻ പറ്റും. വെറുതെ പറയുന്നല്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫേസ് വാഷ് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഒരു 1 വീക്കിനുള്ളിൽ തന്നെ ഇത് ഉപയോഗിച്ച് തീർക്കാനായിട്ട് നോക്കുക കേട്ടോ. 1 വീക്കിനുള്ളത് മാത്രം ഉണ്ടാക്കി വെച്ചിരുന്നാൽ മതി, ഒത്തിരി ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സോപ്പ് മാത്രമല്ല ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ. ടൊമാറ്റോയുടെ പ്യൂരിക്കകത്തേക്ക് നമുക്ക് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഇച്ചിരി ആയിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നാൽ മതി. നമുക്ക് ഒത്തിരി ഉണ്ടാക്കി ചീത്തയാക്കേണ്ടത് ആരും, ഇച്ചിരി ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ തക്കാളി തന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആ ഒരു ചോയ്സ് നിങ്ങൾക്ക് ഞാൻ വിട്ട് തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഏത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ബീട്രൂട്ട്, ക്യാരറ്റ്, ഓറഞ്ച്, ഏതാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ സ്കിന്നിലേക്ക് ഏറ്റവും സൂപ്പറായിട്ട് റിസൾട്ട് തരുന്ന ആരാണോ ആ ഒരു കാര്യം നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് വന്നാൽ മതി കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ വൈറ്റനിങ് വേണ്ടവർ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. ഇനി നിങ്ങൾക്ക് ബോഡിയിലേക്കും ഈ ഒരു എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി കേട്ടോ. സോപ്പ് ഉപയോഗിക്കുന്നവർക്ക് സോപ്പ് ഉപയോഗിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ബോഡി വാഷ് ഉപയോഗിച്ചാലും മതി കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ ഈ ഒരു ഫോമിങ്ങിൻ്റെ ഒരു പമ്പ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ, അതായത് ആ ഒരു ബോട്ടിൽ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. ഇതുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഫോമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.